വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം ആഴമായി വെളിപ്പെടുത്തി ജീവിതസ്ഥിതിയിൽ അസാധാരണമായ മാറ്റങ്ങൾ വെളിപ്പെടുത്തുന്ന അത്ഭുതത്തിൻ്റെ ഒരു ദിനമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2 ദിനവൃത്താന്തം 29 അധ്യായം 36 വാക്യം. ദൈവം ജനത്തിന് ഒരുക്കിക്കൊടുത്തതിൽ യെഹിസ്കീയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് കൈമാറുകയാണ്. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ദൈവത്തിൻ്റെ വൈതലേ, ജീവിതത്തിൽ ഈ ഒരു സ്ഥിതി, ആ കാര്യത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, ആ കാര്യത്തിനു വേണ്ടിയുള്ള തീഷ്ണതമായ ഒരു നിലപാടുകൾ എടുത്തുകൊണ്ട് പ്രാർത്ഥനയും കണ്ണുനീരും പാതപിടുത്തിലിരിക്കുകയും അന്വേഷണങ്ങളും ചുറ്റും നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ ഇടറിപ്പോകാതെ ഇന്നും ആ വിഷയത്തിനായി, ആ കാര്യത്തിനായി കാത്തിരിക്കുന്ന ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഇതാ: കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. വേഗത്തിൽ ചില ദൈവപ്രവർത്തികൾ കൂടാരത്തിൽ വെളിപ്പെടാൻ പോവാ. വേഗത്തിൽ ചില കർത്താവിൻ്റെ പദ്ധതികൾ ജീവിതത്തിൻ്റെ മേഖലകളിൽ സ്വർഗം വെളിപ്പെടുത്താൻ പോവാ. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ദൈവത്തിൻ്റെ പൈതലേ, താമസിച്ചു എൻ്റെ വിഷയം വൈകിപ്പോയി എന്ന് ആ ദുഃഖ മനോഭാവത്തോടെ ഇന്നും ആയിരിക്കുന്ന ജീവിതങ്ങളോട് മാസങ്ങളും സംവത്സരങ്ങളും കടന്നു പോകുന്നതല്ലാതെ എൻ്റെ വിഷയത്തിന്മേൽ ഒരു ചലനവും ഞാൻ കാണുന്നില്ല, ദർശിക്കുന്നില്ല എന്ന ആ അവസ്ഥയിൽ ആയിരിക്കുന്ന, ആ മേഖലയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂതിത: കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് വേഗതയുണ്ട്. കർത്താവ് ചെയ്യുന്ന കാര്യത്തിൽ എത്ര വർഷങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതാണെങ്കിലും ക്ഷണത്തിൽ ചെയ്തു തരുവാൻ വിശ്വസ്തനായ ദൈവം പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ദൈവം കാര്യം ക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുക കേട്ടോ. കാര്യം വേഗത്തിലേക്ക് കർത്താവിൻ്റെ കരം ചലിപ്പിക്കുക. ആ നിലവാരത്തിലാണ് കർത്താവ് ഇടപെടാൻ പോകുന്നത്, ആ വിഷയത്തെ തൊടാൻ പോകുന്നത്. വചനം പറയുന്നു, ദൈവം ജനത്തിന് ഒരുക്കിക്കൊടുത്തത് ക്ഷണത്തിലാണ്. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം ചിലർക്ക് വേണ്ടി കർത്താവ് ഒരുക്കുക. ദൈവത്തിൻ്റെ പൈതലെ, അന്വേഷിച്ച് നടക്കുന്നതും വലഞ്ഞു പോകുന്നതല്ലാതെ ഒന്നും കണ്ടെത്തുവാൻ കഴിയുന്നില്ലല്ലോ. ദൈവത്തിൻ്റെ ദൂത് ഇന്ന്, കർത്താവിൻ്റെ ശബ്ദമിതാ: ദൈവം ഒരുക്കുക. കർത്താവ് ഒരുക്കുന്നത് അത് ശ്രേഷ്ഠമാ. കർത്താവ് ഒരുക്കുന്നത് മഹത്വമാ. ശത്രുക്കൾ കാണുക. ദാവീദിനു വേണ്ടി വിരുന്നൊരുക്കിയ ദൈവത്തിൻ്റെ ശബ്ദം, ദാവീദിനു വേണ്ടി വിരുന്നൊരുക്കി ശത്രു കാണുക. പദ്ധതികൾ തയ്യാറാക്കിയ ദൈവം ഇന്നാഴമായി ദൂത് പറയുന്നു: എൻ്റെ വിഷയത്തിൽ എനിക്ക് വേണ്ടിയുള്ളത് എൻ്റെ കർത്താവ് ഒരുക്കുക. ഈ ദൂതിൽ സന്തോഷിക്കാൻ കഴിയട്ടെ, ഈ ദൂതിൽ ആനന്ദിക്കാൻ കഴിയട്ടെ. എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് ഒരുക്കിത്തരുന്നത് ഏത് വിഷയമാണെങ്കിലും ഒരുക്കുവാൻ എൻ്റെ ദൈവത്തിന് പ്ലാനുണ്ട്. ദൈവം ഒരുക്കിയ അത് ഏറ്റവും മനോഹരമാണ്. ദൈവം ഒരുക്കിയ അത് ഏറ്റവും ഭംഗിയാണ്. ദൈവം ഒരുക്കിയ അതിനകത്ത് ഏറ്റവും പ്രയോജനമുണ്ട്, ഏറ്റവും നന്മകളുണ്ട്. ഇന്ന് അപ്രകാരം ദൂത് വിശ്വസിക്കുവാൻ
പരിശുദ്ധാത്മാവ് ആലോചന വെളിപ്പെടുത്തുന്നു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ആ നിലയിൽ ദൈവത്തിൻ്റെ ശക്തിയുള്ള കരം, അധികാരമുള്ള കരം ഇറങ്ങി വരാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കും. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലിനെ പരിശുദ്ധാത്മ പറയുന്നു, കാര്യം ക്ഷണത്തിൽ നടക്കാൻ പോവാ. ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, കാര്യം ക്ഷണത്തിൽ നടക്കാൻ പോവാ. ചില ഉറവുകൾ എനിക്ക് വേണ്ടി തുറന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പാദപീഠത്തിൽ ഒറ്റിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, കാര്യം ക്ഷണത്തിൽ നടക്കാൻ പോവാ. എൻ്റെ തലമുറയുടെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് ദൈവത്തിൻ്റെ ദൂതിത, കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ആ നിലയിൽ, ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കരം ഇറങ്ങി വരാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കുക. കാര്യം ക്ഷണത്തിലല്ലോ നടന്നതെന്ന് പറയാൻ പോവാ. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, കർത്താവിനെ പുകഴ്ത്തുന്ന, കർത്താവിനെ സ്തുതിക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ കരമിറങ്ങുന്നു. ദൈവത്തിൻ്റെ ശക്തിത വിഷയത്തിന്മേൽ, ആ കാര്യത്തിന്മേൽ കർത്താവ് ചലിപ്പിക്കുന്നു. ദൈവം തൊടുന്നു, ദൈവം അനുഗ്രഹിക്കും, കർത്താവ് സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനദ്യമേ സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. കാര്യം ക്ഷണത്തിൽ ചെയ്യുവാൻ ശക്തിയുള്ള ദൈവം, പ്രാപ്തിയുള്ള ദൈവം, ജനത്തെ വിടുവിക്കാൻ പോകുന്നതിനായി, അവരെ സന്തോഷിപ്പിക്കാൻ പോകുന്നതിനായി, അവസ്ഥകൾക്ക് വ്യതിയാനം കൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിടുതലുകളും ദൈവപ്രവൃത്തികളും നടക്കട്ടെ. ദൈവ സാന്നിധ്യം കൂടാരത്തിൽ ഇറങ്ങട്ടെ. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള തടസ്സങ്ങളും വഴിമാറുവാൻ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൻ്റെ കരം ദൈവം ഇപ്പോൾ നീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.